ഹായ്, എല്ലാവർക്കും നല്ലൊരു നാളെ ഞാൻ നേരുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം പ്രധാനമായിട്ടും കടന്നു പോകുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നീ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം നോർമലി കടന്നു പോകുന്നത്. ഈ പ്രസൻറ്റും ഫ്യൂച്ചറിനെയും ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മുടെ പാസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പാസ്റ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അധികവും കുറേയധികം വിഷമതകളും കഷ്ടതകളും കുറേയധികം നിന്ദകളും പരിഹാസങ്ങളും അവഹേളനങ്ങളും ഒറ്റപ്പെടലും ഒക്കെ കൂടെ കൂടിക്കഴിഞ്ഞൊരു ലൈഫായിരിക്കും. എന്നാൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തും. കാര്യം നമ്മുടെ പാസ്റ്റ് തന്നെയാണ് നമ്മുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. കാരണം നമ്മുടെ ഈ പാസ്റ്റ് കാരണം തന്നെയായിരിക്കണം നമ്മുടെ പ്രസൻറ്റ് ലൈഫ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിൽ അധ്വാനിക്കണം, ഏത് രീതിയിൽ നിലനിൽക്കണം എന്ന രീതിയിലേക്ക് നമ്മൾ ക്രമീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിൻ്റെ വിജയവും. ആ ഒരു ബേസിൽ നോക്കുമ്പോഴേക്കും ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമായിരിക്കും. കാരണം എൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെയധികം വിഷമതകളും കഷ്ടതകളും നിറഞ്ഞൊരു പാസ്റ്റുമാണ്. ഒപ്പം തന്നെ ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും ചവിട്ടിത്തേക്കലുകളുമൊക്കെ കൂടിക്കഴിഞ്ഞൊരു ലൈഫാണ്. സോ അതിൽ നിന്ന് ഉൾക്കൊണ്ട കുറച്ചധികം പാഠങ്ങൾ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രസൻറ്റ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പാസ്റ്റ് ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാനൊരു എന്താ പറയുക, കൂലിപ്പണി ചെയ്യുന്നൊരു യുവാവാണ്. ലോഡിംഗ് പണിയാണ്. ഒപ്പം തന്നെ ഞാൻ കുറേയധികം ജോലിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ നോർമലി ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് ജോലിയാണല്ലോ, അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഡസനോളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും ദൈവം സാധിച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അതിലെത്തിച്ചേരാനുള്ളൊരു വഴി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വളരെയധികം ആഗ്രഹിച്ചൊരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ജോലിയാണ്. അതിലുള്ളൊരു വഴി എൻ്റെ ദൈവം എനിക്ക് ഒരുക്കി തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യദോഷം കൊണ്ടത് നേടാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ട്, അത് നേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചധികം പേര് ചേർന്ന് കുറേയധികം ദിവസത്തെ സമരങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഏകദേശം ഒരു 62 ദിവസത്തോളം ഞങ്ങൾ സമരം ചെയ്തു. പക്ഷേ ഞങ്ങളുടേതായ ആ ഒരു സമരം നമ്മുടെ ഗവൺമെൻറ്റോ ഉദ്യോഗസ്ഥ വൃന്ദമോ ഒന്നും കാണാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ശ്രമിച്ചുമില്ല. അവിടെ നിന്നെല്ലാം എനിക്ക് കിട്ടിയ കുറച്ചധികം അനുഭവങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കരുത്ത് പകരുന്ന കാര്യത്തിലേക്ക് വഴി ഉണ്ടാക്കി തന്നു എന്നതും ഒരു സത്യമാണ്. കാര്യം ആ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കളെ തന്നു. മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ സമരം അവസാനിച്ചു പോകുന്ന സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാരുടേതായ ഒരുപാട് അനുഭവങ്ങളും അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളും കണ്ടുപഠിക്കാനും അവരിൽ നിന്ന് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതൊരു വലിയ കരുത്താണ്. ഒപ്പം ഇത്രയധികം രീതിയിൽ നമ്മൾ പഠിച്ചു, റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടു, എല്ലാം ചെയ്തിട്ടും നമുക്ക് അർഹതപ്പെട്ടൊരു ജോലി കിട്ടിയുമില്ല. ആ ഒരു നിരാശയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാതെ ഒന്ന് മുന്നോട്ട് ഇനിയും കുറച്ചുകൂടി അധ്വാനിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി പരിശ്രമിക്കാം എന്നുള്ളൊരു കരുത്ത് ആ ഒരു പാസ്റ്റിൽ നിന്ന് എനിക്ക് നേടിയെടുക്കുവാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പഠന സമയങ്ങളും ക്രമീകരണങ്ങളും കുറച്ചുകൂടി ഒന്ന് ബെറ്ററാക്കുവാനുള്ളൊരു അവസരവും അതൊരുക്കി തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഉറപ്പുണ്ട്, എനിക്കൊരു ഫ്യൂച്ചർ, അതായത് ഒരു നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഒരു വിജയം പൂർണ്ണമായും എനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ലൊരു കണക്ഷനുണ്ട്, അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പറയാനുള്ളൊരു കാരണവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ നമ്മൾ ഇത്രയധികം രീതിയിൽ നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ ഈ പാസ്റ്റിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ പ്രസൻറ്റിനെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ലൈഫായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു വിജയം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പഠന മേഖലയെ ക്രമീകരിച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാക്സിമം പഠനം, അതായത് നേരത്തെ ആണെങ്കിൽ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു 10-12 മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു 2 മണിയോളമൊക്കെ കൊണ്ടുപോകുന്ന തലത്തിലേക്ക് ഞാൻ ഉയർത്തിയിട്ടുണ്ട്.
നമ്മൾ പിന്തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും വിജയിക്കാൻ പറ്റില്ല ജീവിതത്തിൽ. നമ്മൾ ഒന്നുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഒരു ഉറപ്പായ വിജയം നേടുവാൻ സാധിക്കുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഠന സമയത്ത് ക്രമീകരിച്ച് മാറ്റിയിട്ടുണ്ട്. ഒപ്പം അത് മാത്രമല്ല, എൻ്റെ ഉപജീവനമാർഗ്ഗം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ വെളുപ്പിലുള്ള സമയമാണ്. മാക്സിമം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീറ്റ് ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടും ഞാനൊരു 2 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് വീണ്ടും ഒരു 4 മണിയാകുമ്പോൾ എണീറ്റ് ഞാൻ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു വാശി ഉണ്ടാകണം ജീവിതത്തിൽ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു വാശി നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു കാരണവശാലും പരാജയപ്പെടില്ല. എനിക്കൊരു ഉറപ്പുണ്ട്, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ പാസ്റ്റിനെ നമ്മളിന്നൊരു ആയുധമാക്കുക, ഈ പ്രസൻറ്റിന് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക, അതിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു വിജയം നേടിയെടുക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകണം. അത് ആരുടെ മുന്നിൽ നമ്മൾ അടിയറ വയ്ക്കാതെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കണം. അത് ആർക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാനും നിൽക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികമുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ വിധിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും. സോ അവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൈൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായൊരു വ്യക്തിത്വം, നമ്മുടേതായൊരു തീരുമാനം, അതിൽ അടിയുറച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് കഴിഞ്ഞുപോയ പാസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത അനുഭവങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രസൻറ്റിനെ ഉപയോഗിക്കണം. അതിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ഒരു പരാജയത്തിലേക്ക് പോവില്ല. പൂർണ്ണമായിട്ട് നമുക്കൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നാളെ ഒരു ദിവസത്തിൽ നമുക്കൊരു വിജയം എന്തായാലും ഉണ്ടാകും. സോ എന്ത് ചെയ്യുക, നമ്മുടെ പാസ്റ്റിനെ മാക്സിമം ഉപയോഗിക്കുക, പ്രസൻറ്റിനെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക. ഫ്യൂച്ചറിൽ നമ്മുടെ വിജയത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമ്മുടെ പരിശ്രമത്തെ കഠിനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലൊരു നാളെ നടന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.